ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്നിതാ ഞാൻ ഹെൽത്തിയായ ഒരു പലഹാരം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അത് എല്ലാവരും കണ്ടോളി. അതിന് വേണ്ടിയ സാധനങ്ങൾ എള്ള്, നിലക്കടല, അവലൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളിപ്പോൾ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമായിരിക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ നിലക്കടല ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതിപ്പോൾ വൈകിട്ട് ചായൻ്റെ കൂടെയും പിന്നെ നമുക്ക് ചെറിയവർക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റും. അപ്പോൾ ഈ സമയത്ത്, ഈ കാറ്റും തണുപ്പുള്ള സമയത്ത് നല്ലതാണ് ഈ കടലയും എള്ളൊക്കെ കഴിക്കുന്നത്. അപ്പോൾ തേങ്ങ ഒക്കെ നന്നായി പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കടല അവിടെ വറുക്കുന്നുണ്ട്. അപ്പോൾ വേറൊരു പാൻ എടുത്തിട്ട് തേങ്ങ ഒന്ന് അതിൻ്റെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് പോകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കട്ടെ കേട്ടോ. പിന്നെ കടല കുറച്ച് വറുത്ത് വെച്ചിട്ടുണ്ട്, ബാക്കിയും കൂടി വറുക്കുകയാണ്. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ അവിലാണ് ഇട്ടിട്ടത്. അവിലും അതുപോലെ വറുത്തെടുക്കുക. കുറച്ച് ദിവസം മുന്നേ ഞാനൊരു ഉണ്ട ഉണ്ടാക്കിയിരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് അവിൽ കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൽ അവിലിടുന്നുണ്ട്. അപ്പോൾ ഞാൻ അതും വറുത്തെടുക്കട്ടെ. അതിൻ്റെ ഇടയിൽ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശർക്കരയ്ക്ക് പകരം കൽക്കണ്ടോ പിന്നെ പൊടിച്ചിട്ടോ പഞ്ചസാര പൊടിച്ചിട്ടൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിത് ശർക്കര ഒന്ന് ഉരുക്കി വെച്ചപ്പോൾ അവിലും വറുത്തെടുത്തിട്ടുണ്ട്. ആയി വരുന്നതുകൊണ്ട് ഒന്നും കൂടി ആവണം. അപ്പോൾ അങ്ങനെ പൊടിച്ചാൽ പൊടിയും. ആ രീതിക്ക് അതിന് ശേഷം നമുക്ക് വേറെ പാത്രത്തേക്ക് മാറ്റിയിട്ട് ഇനി കുറച്ച് എള്ളാണ് കേട്ടോ. ഒരു കിലോ അവലുണ്ട്, 1 കിലോ നിലക്കടലയുണ്ട്, ഒരു 250 ഗ്രാം എള്ളുമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 2 വലിയ തേങ്ങ. അതിലേക്ക് ഞാൻ 2 ശർക്കര ഉരുക്കിയിട്ട് തേങ്ങ ഇട്ട് കൊടുത്തില്ല. തേങ്ങയ്ക്ക് ഞാൻ ശർക്കര ഉരുക്കി വെച്ച് കൊടുത്തില്ല. ഇനി അതിലേക്ക് ഞാൻ ഏലക്കായ പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നു. അതുപോലെ ചുക്ക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പിഞ്ച് ഉപ്പും പിന്നെ നല്ല ജീരകം ഒന്ന് പൊടിച്ച പൊടി തന്നെയാണ് ഇട്ട് കൊടുത്തത്. ഒക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഒക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ അതങ്ങനെ അവിടെ നല്ല തേങ്ങ ഒക്കെ നല്ലതുണ്ട് അതിൽ കിടന്നിട്ട് വിളഞ്ഞിട്ട് വരട്ടെ കേട്ടോ. അങ്ങനെ ഇപ്പോൾ എള്ളുമായതാ. കടലിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. നല്ല ഇടയിലൊക്കെ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇപ്പോൾ ഞാൻ ശർക്കരയൊക്കെ ഇതാക്കി വെച്ചത് തേങ്ങ ഒക്കെ വിളയിച്ച് വെച്ചത് ഇത് നല്ല ചൂടാറിയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ അതൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അവിലും എള്ളും നിലക്കടല. അപ്പോൾ ആദ്യം അതൊക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ കടലയൊക്കെ ഇട്ടിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ഹെൽത്തിയായൊരു വിഭവം. എല്ലാവർക്കും എല്ലാ കാര്യത്തിനും കുട്ടികൾക്കും വലിയവർക്കൊക്കെ നല്ലതുമാണ്. അപ്പോൾ നമുക്ക് ഈ സമയത്തൊക്കെ വെറുതെ അങ്ങനെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നുമ്പോൾ കഴിക്കാനും നല്ലതാണ്. ഈ സമയത്തല്ല നമുക്കൊരു വിശപ്പ് കൂടുതലുള്ളൊരു സമയമാണല്ലോ. അപ്പോൾ ഈ ധനുമാസം കാറ്റൊക്കെ അങ്ങനെ വീശുന്ന സമയത്ത് ശരീരമൊക്കെ അങ്ങനെ ഇറുകി പിടിച്ചിരിക്കുന്ന സമയത്ത് അതിനൊക്കെ നല്ലതാണ് ഈ കടലൊക്കെ നിലക്കടലൊക്കെ കഴിക്കുന്നത്. എപ്പോഴും വറുത്ത് കഴിച്ചാലും മതി. അതിലൊക്കെ ഒരു എണ്ണൻ്റെ കണ്ടൻറ്റുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഞാൻ മിക്സ് ചെയ്ത് അതുപോലെ 2 ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. എന്നാൽ ശരി, ബൈ, അസ്സലാമു അലൈക്കും.